ഒരു രൂപ മുടക്കില്ലാതെ ഗെയിം കളിച്ച് കോടീശ്വരന്മാരാകാമെന്ന പ്രലോഭനത്തിലാണ് രാജ്യത്തെ ഒരു കൂട്ടം തലമുറ. പല വിധത്തിലുള്ള ഗെയിമിംഗ് ആപ്പുകൾ നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. പലപ്പോഴും ഒരുപാട് സമയം കിട്ടുമ്പോഴാണ് ഇത്തരം ഗെയിമിംഗ് ആപ്പുകളിലേക്ക് കടക്കുന്നത്. പക്ഷേ ഒരു തമാശയ്ക്ക് തുടങ്ങി വയ്ക്കുന്ന പലതും ജീവിതത്തിൽ സീരിയസ് ആയി മാറി ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതാണ് കാണുന്നത്. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് പല ഗെയിമുകൾ കളിച്ച് പരാജയത്തെ എത്തിയതിനെ തുടർന്ന് ജീവിതം തന്നെ വേണ്ടെന്ന് വച്ചവർ ചുരുക്കമല്ല. ഇപ്പോൾ തരംഗമാകുന്ന ഒന്നാണ് ഹാംസ്റ്റർ കോംബാറ്റ് ഗെയിം. പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ഫോണിന്റെ സ്ക്രീനിൽ വേഗത്തിൽ ഞെക്കി കോയിനുകൾ ശേഖരിക്കുന്ന ഹാംസ്റ്റർ കോംബാറ്റ് ഗെയിം കേരളത്തിലും തരംഗമാണ്. 20 കോടിയിലധികം പേർ ആഗോളതലത്തിൽ ഹാംസ്റ്റർ കോംബാറ്റ് ഗെയിം കളിക്കുകയും കോയിനുകൾ നിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത മാസം ഹാംസ്റ്റർ കോംബാറ്റ് കമ്പനി ക്രിപ്റ്റോ വിപണിയിൽ ലിസ്റ്റ് ചെയ്യുമെന്നും കോയിനുകൾക്ക് മൂല്യം ലഭിക്കുമെന്നാണ് ഗെയിം വികസിപ്പിച്ച റഷ്യൻ ഡെവലപ്പേഴ്സിന്റെ അവകാശവാദം. എഥേറിയം, ബിറ്റ് കോയിൻ മുതലായ ക്രിപ്റ്റോ കറൻസികൾ പോലെ ഈ കോയിനുകൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ നൽകി പണം നേടാം. ടെലഗ്രാം ലിങ്കിലൂടെയാണ് ഗെയിം കളിക്കുന്നത്. 10 മുതൽ 25 പ്രായക്കാരാണ് അധികവും ഈ ഗെയിമുകൾ അഡിക്റ്റ് ആകുന്നത്. ജോലി സമയത്തെ ഇടവേളകളും ഗതാഗത കുരുക്കിൽ കിടക്കുമ്പോൾ പോലും പലരും കോയിൻ ശേഖരിക്കുന്ന തിരക്കിലാണ്. മുതൽ മുടക്ക് ഒന്നുമില്ലാതെ കളിക്കാമെന്നതാണ് മുഖ്യ ആകർഷണം. മൊബൈൽ ഫോണിലെ സ്ക്രീനിൽ ഹാംസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നതാണ് ഗെയിം. ഈ ഹാംസ്റ്ററിൽ എത്രത്തോളം ക്ലിക്ക് ചെയ്യുന്നോ അത്രത്തോളം ക്രിപ്റ്റോ കോയിനുകൾ ലഭിക്കും. ക്ലിക്ക് ചെയ്ത് മാത്രമല്ല, ഹാംസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്ന ദൗത്യങ്ങൾ പൂർത്തിയാക്കിയും കാർഡുകൾ പർച്ചേസ് ചെയ്തും ക്രിപ്റ്റോ കോയിനുകൾ വാരിക്കൂട്ടാം. കളിക്കുന്നയാളുടെ പ്രോഫിറ്റ് പെർ അവർ എന്ന ഡിജിറ്റൽ പേഴ്സിലാണ് കോയിനുകൾ ചേർക്കപ്പെടുക. എലിവർഗത്തിൽപ്പെട്ട ഹാംസ്റ്റർ എന്ന ജന്തുവിന്റെ ചിത്രം സ്ക്രീനിൽ കാണിക്കുന്ന സ്ഥലത്ത് അതിവേഗം അമർത്തണം. എത്ര തവണ ഞെക്കുന്നോ അത്രയും കോയിനുകൾ സ്വന്തമാക്കാം. കൂടാതെ ഗെയിമിന്റെ ലിങ്ക് സുഹൃത്തുക്കൾക്ക് അയക്കുമ്പോഴും പ്രതിദിന ടാസ്കുകൾ പൂർത്തിയാക്കുമ്പോഴും കോയിനുകൾ ലഭിക്കും. ഇത് കോടികൾ നേടിക്കൊടുക്കുമെന്നാണ് വിശ്വാസം. നിലവിൽ ഹാംസ്റ്റർ എന്ന ക്രിപ്റ്റോ കറൻസിക്ക് മൂല്യമൊന്നുമില്ല. എന്നാൽ അടുത്ത മാസം ഹാംസ്റ്റർ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് കമ്പനിയുടെ വെബ്സൈറ്റിലെ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനകം ഗെയിം കളിച്ച് വോലറ്റിൽ കോയിനുകൾ വാരിക്കൂട്ടിയവർ കാത്തിരിക്കുന്നതും ആ ദിവസത്തിന് വേണ്ടിയാണ്. കാരണം ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി ഒരു എയർ ഡ്രോപ്പ് ഉണ്ടാകും. അതായത് ക്രിപ്റ്റോ കറൻസികൾ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവയെ ഗെയിം കളിച്ചും മറ്റും പ്രചാരം നൽകിയവർക്ക് നൽകുന്ന സമ്മാനമോ ആനുകൂല്യമോ ആണ് എയർ ഡ്രോപ്പ്. ഹാംസ്റ്റർ കോംബാറ്റ് തട്ടിപ്പാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. തട്ടിപ്പാണെന്ന് വാദിക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ കോയിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരെന്ന് ഇനിയും വെളിപ്പെട്ടിട്ടില്ല എന്നതാണ്. നിർമ്മാതാക്കളെ കുറിച്ച് യാതൊരു വിവരങ്ങളും ഇല്ല. പുതിയ ക്രിപ്റ്റോ കറൻസികൾ പുറത്തിറക്കുന്നവർ അവയുടെ സ്വഭാവം, ലക്ഷ്യം, സാമ്പത്തിക പ്രവർത്തന രീതി തുടങ്ങിയവ വിശദമാക്കുന്ന രേഖ അവതരിപ്പിക്കാറുണ്ട്. ഇത്തരമൊരു വൈറ്റ് പേപ്പർ ഹാംസ്റ്റർ കോംബാറ്റ് ഇനിയും പുറത്തുവിട്ടിട്ടില്ല. 40 രാജ്യങ്ങളിലായി 15 കോടി ആളുകളാണ് ഗെയിം കളിക്കുന്നത്. മാർച്ചിൽ ഗെയിം ലോഞ്ച് ചെയ്തപ്പോൾ ആദ്യ 11 ദിവസം മാത്രം 1.1 കോടി ഉപഭോക്താക്കളാണ് ഉണ്ടായത്. ദിവസം ശരാശരി 6 മണിക്കൂർ കുട്ടികൾ ഗെയിമിന് അടിമപ്പെടുന്നതായാണ് റിപ്പോർട്ട്. ദിവസവും കളിച്ചില്ലെങ്കിൽ പിന്നിലാകും. അതിനാൽ മുടങ്ങാതെ കളിക്കും. ഇത് കാരണം കുട്ടികൾ പഠനത്തിൽ അലസരാകുന്നതായി രക്ഷിതാക്കളും പറയുന്നു. ഗെയിം കളിക്കുന്നവരുടെ ഫോണിലെ സ്വകാര്യ വിവരങ്ങൾ ചോർത്താൻ സാധ്യതയുമുണ്ട്. ഗെയിമിലെ ചില ലെവലുകളിൽ പരസ്യങ്ങൾ കണ്ടാലേ കോയിനുകൾ ലഭിക്കൂ. പരസ്യത്തിലൂടെയാണ് കമ്പനി വരുമാനം കൊയ്യുന്നത്.